രാധേ രാധേ രാധാകൃഷ്ണ ബന്ധം എന്നും ഒരു പ്രഹേളികയാണ്. അത് നമുക്ക് മാത്രമല്ല, കൃഷ്ണന് പോലും ഒരു പ്രഹേളികയായിരുന്നു. നോക്കൂ, രാധാറാണിക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം വന്നാൽ ആ രാധാറാണിയെ കൃഷ്ണൻ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും? തൻ്റെ മുരളിക എടുക്കും. തൻ്റെ മുരളിക എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ആ മുരളിക ഇങ്ങനെ വായിക്കും. ആ ഓടക്കുഴലിൽ നിന്ന് രാധാറാണിക്ക് വേണ്ടി മാത്രം ഒരു സംഗീതം ഒഴുകും. അത് ഈ ഭൂമിയിൽ മറ്റാർക്കും കേൾക്കാൻ സാധ്യമല്ല. അതൊരു അപൂർവ രാഗമാണ്. ആ രാഗം ശരിക്കും പറഞ്ഞാൽ മറ്റു ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ അത്രയ്ക്ക് മനോഹരമായ ഒരു രാഗമാണ്. ആ രാഗത്തിൻ്റെ ലഹരിയിൽ രാധാറാണി എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ രാധാറാണി കൃഷ്ണന്റെ തോളിലേക്ക് തലചായ്ക്കും. ആ ഓടക്കുഴൽ വായന, ആ അപൂർവ രാഗം അത് വായിച്ചു തീരുമ്പോഴേക്കും രാധാറാണിയുടെ എല്ലാ ദുഃഖങ്ങളും മാറിയിരിക്കും. അങ്ങനെ രാധാറാണിയുടെ ദുഃഖങ്ങൾ മാറ്റുന്നതിന് വേണ്ടി കൃഷ്ണൻ ഓടക്കുഴൽ വായിച്ച ആ സ്ഥലം ഇന്ന് വൃന്ദാവനത്തിലുണ്ട്. പോകുമ്പോൾ സന്ദർശിക്കുക. ആ സ്ഥലത്തിന്റെ പേരാണ് മാനഗഡ്. ആ സ്ഥലത്തിന്റെ പേരാണ് മാനഗഡ്. രാധേ രാധേ.